അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യല് പ്രോൺസ് ബിരിയാണി. ഈ കൊഞ്ച് ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു പണ്ടത്തെ നിലവിളി ശബ്ദമാണ് കേട്ടോ ഓർമ്മ വരുന്നത്. മറ്റാരുടെയല്ല, എൻ്റെയാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കിയപ്പം ഇതുപോലൊന്നും അല്ലായിരുന്നു. 2 ദിവസം നല്ല കുക്കിംഗ് ചാനലുകളെല്ലാം നോക്കി എല്ലാ ടിപ്സും എഴുതി വെച്ച് നല്ല പ്രിപ്പറേഷനിലൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്തതിൻ്റെ പ്രോൺസ് ബിരിയാണി സൂപ്പർ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ കൊഞ്ച് എനിക്ക് കുറച്ച് അലർജിയാണെന്നുള്ള കാര്യം ഞാൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയി കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും അതിൻ്റെ റിയാക്ഷൻസ് കാണിച്ചു തുടങ്ങി. ഫുള്ളും കരച്ചിലും നിലവിളിയും ബഹളങ്ങളും. അയ്യോ, അത് ഓർക്കുമ്പോൾ തന്നെ പേടിയാണ് കേട്ടോ. അങ്ങനെയുള്ള കുറേ നാളത്തേക്ക് എനിക്കാരും കൊഞ്ച് മേടിച്ച് തരത്തില്ലായിരുന്നു കേട്ടോ. ആ ഒരു പേടി ഓർത്ത് അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് കൊഞ്ച് മേടിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നേ. അന്നുണ്ടാക്കിയ രീതിയിലല്ല, ഇന്നൊരു തട്ടിക്കൂട്ട് രീതിയിലാണ് കേട്ടോ. നമുക്ക് പറ്റുന്ന കണക്ക് പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടാന്ന് കരുതിയിട്ട് അന്നത്തെ റെസിപ്പിയേ അല്ല കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ചെറിയൊരു പേടിയുണ്ട്, പക്ഷേ നമ്മളങ്ങനെ തോറ്റ് പിന്മാറാൻ പാടില്ലല്ലോ. അങ്ങനെ ഇന്ന് ഞാൻ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ അമ്മ കൊഞ്ചെല്ലാം കഴുകി വൃത്തിയാക്കി തന്നിട്ടാണ് കേട്ടോ പോയത്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കുറച്ച് മസാലകളൊക്കെ ഇട്ട് ഇളക്കി കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. കൊഞ്ചിൻ്റെ ടേസ്റ്റ് കുറച്ച് കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ ബിരിയാണിക്ക് ഉള്ള ഒരു കൊഞ്ച് കിട്ടത്തില്ല എന്ന് വെച്ചാൽ അത്രയും വലിയ കൊഞ്ചൊന്നും കിട്ടത്തില്ല. പിന്നെ കിട്ടുന്ന കൊഞ്ചിനെ നമ്മളെടുത്ത് അങ്ങ് ബിരിയാണിയാക്കും, അത്ര തന്നെ. അങ്ങനെ എന്തായാലും ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞാൻ എന്ത് ചെയ്തു, പ്രോൺസ് ബിരിയാണിയും ഉണ്ടാക്കി. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുകയല്ല, കൊഞ്ച് ബിരിയാണിക്ക് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇനി ഇതിൻ്റെ എന്തൊക്കെ റിയാക്ഷൻസ് ഞാൻ അനുഭവിക്കേണ്ടി വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം ഈ കുറച്ച് അലർജി മാറി നിൽക്കുക, അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇന്ന് ഈ പ്രോൺസ് ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും അലർജിയും കാര്യങ്ങളും ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.